നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയതാണ് കാരണം. ഇദ്ദേഹം ഡയബറ്റിക് ആണോ? അതെ. ഇൻസുലിൻ എടുക്കാറുണ്ടോ? ഉണ്ട്. എത്ര യൂണിറ്റ് എടുക്കാറ്? അത് അവർക്കേ അറിയൂ. നമുക്ക് ചോദിക്കാം. അച്ഛന് എത്ര യൂണിറ്റ് ഇൻസുലിൻ എടുക്കാറ്? സാധാരണ 10 യൂണിറ്റ് എടുക്കാറ്. വേറൊന്നുമല്ല, ഷുഗർ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ടോ? അതിന്റെ കാരണം എന്താണെന്ന് നോക്കുമായിരുന്നോ? അല്ല, ഇന്നലെ ദേവിയായിട്ടല്ലേ ഇഞ്ചക്ഷൻ എടുത്തത്? അതെ. അല്ല, അറിയാതെ കൂടുതലെങ്ങാനും കുത്തിവെച്ചോ? ഒരിക്കലും ഇല്ല. ഗണ്ണില് മരുന്ന് നിറച്ച ഞാനല്ല, അമ്മയാ. കുത്തിവെച്ചത് ഞാനാന്നേ ഉള്ളൂ. മാത്രല്ല, കിടക്കുന്നവരെ അച്ഛൻ്റെ ഷുഗർ ലെവല് വളരെ നോർമലായിരുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്തതല്ലേ. അമിതമായി ഇൻസുലിൻ അകത്ത് നിന്നാൽ ഇങ്ങനത്തെ അവസ്ഥ വരാറുണ്ട്. ചില കേസിൽ മരണം വരെ സംഭവിക്കാറുണ്ട്. ഭാഗ്യം കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയത്. അപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛന്? എന്ന് പറയാറായിട്ടില്ല. ബോധം ഇതുവരെ തെളിഞ്ഞിട്ടില്ലല്ലോ. ഒബ്സർവേഷനിലാണ് ആളിപ്പോഴും. അത് കഴിയട്ടെ, അത് കഴിഞ്ഞ് പറയാം. എന്താ അമ്മേ, അമ്മ ഇൻസുലിൻ സെറ്റ് ചെയ്തപ്പോ അളവ് വല്ലതും കൂടി പോയോ? ഇല്ല, എനിക്കറിയായിരുന്നല്ലോ. ഞാൻ ചെയ്യാറുണ്ടായിരുന്നതാ. എന്റെ സംശയം വേറെന്നോ, അച്ഛൻ ഉറങ്ങിയ ശേഷം ആരെങ്കിലും ഇൻസുലിൻ കുത്തിവെച്ചിട്ടുണ്ടാവോന്നാ. ആര്? വെറുതെ മണ്ടത്തരം പറയല്ലേ. അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. അച്ഛന് ബോധം വരട്ടെ. അപ്പോഴേക്കും ഡോക്ടർ ഒരു തീരുമാനത്തിലെത്തുമല്ലോ. ഇതത്ര നിസ്സാര സംഭവമൊന്നുമല്ല. ഇതങ്ങനെ വെറുതെ വിടാനും പാടില്ല. മനഃപൂർവ്വം അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാ. അറ്റംപ്റ്റ് ടു മർഡർ ആണ്, കൊലപാതക ശ്രമം. എന്തായാലും മെഡിക്കൽ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം.